സംവിധായകനും രാഷ്ട്രീയക്കാരനുമായ അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. 2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അഖിൽ മാരാറിന്റെ പടിയിറക്കം. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും മുന്നോട്ട് സഹകരിച്ചു പോകാനാകുന്നില്ലെന്നും അഖിൽ മാരാർ പ്രതികരിച്ചു. 2020 സാബുവിന്റെ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ വിമർശിച്ചു. തൃക്കാക്കരയിൽ മുമ്പ് 15,000 വോട്ടുകൾ ലഭിച്ച പാർട്ടിയാണ് 2020. അവിടെ അവർക്ക് ഒരു കൗൺസിലറും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 18 സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മണ്ഡലം പ്രസിഡന്റ്, മുൻ സ്ഥാനാർത്ഥി എന്നീ 2 പേർ മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നത്. വിജയിച്ച കൗൺസിലർ തിരിഞ്ഞു നോക്കിയില്ല. സാബുവൻ ജേക്കബിൻ്റെ നിലപാടുകളെ എതിർത്തതിൻ്റെ പേരിൽ പാർട്ടി പ്രവർത്തകർ തന്നോട് സഹകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ടോ ഒരു ബോർഡോ പോലും പാർട്ടി നൽകിയില്ല. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പാളിപ്പോയ തീരുമാനമായിരുന്നു 2020 പാർട്ടിയിൽ ചേർന്നതെന്നും അഖിൽ മാരാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 2020 ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവഗണന പുള്ളി എന്നോട് മാത്രമല്ല. കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 19 നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പൈസ ഇയാള് സാബു എടുത്തെന്നാണോ അഖിൽ പറയുന്നത്? ഈ BJP നേതാക്കൾ ഒഴിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. BJPയിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ 40 കോടി രൂപ എന്ന് BJPയുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് ആധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹം ഒരുപാട് നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ 2020യുടെ ആശയത്തോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കിഴക്കമ്പലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പക്ഷെ പിന്നീട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താ? കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020 അല്ല, കിറ്റെക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റെക്സിന്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും കിറ്റെക്സ് എത്ര വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്ത് വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇത് ഇപ്പുറത്ത് ഇനി ഒരു കാര്യം പറയാം. ഏതാണ്ട് 1,600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറെ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും.